ഹലോ, വേദിയിലിരിക്കുന്ന എൻ്റെ അഭിവന്ദ്യരായ നേതാക്കൾ, പ്രിയപ്പെട്ട ഫാത്തിമ മുസഫർ അടക്കം വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരായ നേതാക്കൾ, പ്രിയമുള്ള സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. കുറച്ചുകൂടി എനർജി തുടങ്ങിയല്ലേ നമുക്ക്? അസ്സലാമു അലൈക്കും. ഈ വേദി നിറഞ്ഞ് കവിഞ്ഞതാ ഞങ്ങളുടെ നാടിനെ പോലും തോൽപ്പിച്ചിങ്ങനെ ഒരു ഗംഭീര പരിപാടി നടത്തിയ വനിതാ ലീഗിന് ആദ്യമേ അഭിവാദ്യങ്ങൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു പച്ചക്കടലാണിത്. കാരണം നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ആണുങ്ങളെ പരിപാടിനേക്കാളും നമ്മളെ പരിപാടി ഭയങ്കര കളർഫുൾ ആവുന്നത് എന്തുകൊണ്ടാ അറിയോ? ഈ കുറേ കളറുള്ള തലകളാണ് നമുക്ക് ഉണ്ടാവുക, പല കളറുള്ള തലകൾ. പക്ഷേ ഇവിടെ കുറെ പച്ച തലകളാണ്. മൊത്തത്തിൽ കാണാൻ നല്ല, അത് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്ന അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നോക്കിയാൽ മതി, നല്ല ഭംഗിയുണ്ട്. കുറെ ഇങ്ങനെ ആനിമേഷൻ മൂവിയിലൊക്കെ കാണുന്ന പോലെ കുറെ നല്ല ചിരിക്കുന്ന തലകൾ, അത് മാത്രം ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമുണ്ട്. മാഷാ അല്ലാ, എല്ലാം കൊണ്ടും ഗംഭീരമായൊരു തുടക്കമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു സംഘടന ഏറ്റവും നന്നായി ചലിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് ഹരിതയെയും അതിലും ചെറിയ കുഞ്ഞുങ്ങളെയും അതിലും മുതിർന്ന ആളുകളെയും ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് മനോഹരമായൊരു നൃത്തത്തോടു കൂടി തുടങ്ങുന്ന, വളരെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എന്നെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം വിനോദയാത്ര പോവാൻ, ടൂറ് പോവാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചുരം കയറി വരുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇന്ന് ഈ നാട്ടിലൂടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ദാ ഈ ഗൂഡല്ലൂരിൻ്റെ ഈ സെൻട്രലിൽ മുഴുവനായിട്ടും പച്ച പതാകയുണ്ട്. പോകുന്ന വഴിയിലൊക്കെ പച്ച പതാക നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി വെച്ച് തുടങ്ങണം എന്ന് വിചാരിച്ചത് കൊണ്ടല്ല. പക്ഷേ പുറത്തു നിന്ന് വരുന്ന നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ദാ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന വളർന്നിട്ടുണ്ടെന്നും അതിവിടെ അടയാളപ്പെടുത്തുന്നുണ്ടെന്നും ഓർക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരിമാരെ, ആദ്യമായാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇവിടെ ഒരു ജില്ലാ തലത്തിൽ വനിതാ ലീഗിൻ്റെ സംഗമം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ആദ്യത്തെ പരിപാടിക്ക് ഈ പൊലിവും ആവേശവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിലും വലിയൊരു എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതുവരെ വിളിക്കാതെ ആദ്യത്തെ വിളിക്ക് നിങ്ങൾ ഇത്ര ആവേശത്തോടു കൂടി ഓടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ലീഗ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണത് എന്ന് മനസ്സിലാക്കുന്നു. അതെ, ആ ലീഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്നെയും നിങ്ങളെയും ഒരു മാന്ത്രിക നൂലിനാൽ കെട്ടിയിണക്കിയിട്ടുള്ള ആ സംഘടനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബഹുമാനീയമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകയായ ഫാത്തിമ മുസഫർ അടക്കം വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്നറിയാം, പക്ഷേ നമ്മളെല്ലാവരെയും വിളക്കി ചേർക്കുന്ന ഒന്ന് നോക്കൂ. നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്താണ്, തമിഴ്നാട്ടിലാണ്, നീലഗിരി ജില്ലയിലാണ്, പക്ഷെ മലയാളം സംസാരിക്കുന്ന കുറേ ആളുകളാണ്. അവിടെ എനിക്ക് എളുപ്പമായി. ഇവരെ ഇൻട്രൊഡക്ഷനിൽ ആദ്യം മലയാളം പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായി. അതിൻ്റെ മുമ്പ് ഇംഗ്ലീഷും പിന്നീട് തമിഴും കൂടി പറഞ്ഞപ്പോൾ ബേജാറ് കൂടി. പഠിച്ചോനെ, ഇതിലേത് ഭാഷയിലാണാവോ ഞാൻ സംസാരിക്കേണ്ടത് എന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു മലയാളം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഫാത്തിമത്ത ഇവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ അവർ സംസാരിക്കുമ്പോഴേ ഏത് സമയത്താണ് ട്യൂൺ മാറ്റുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഇങ്ങനെ ടക്ക് എന്ന് പറയുന്ന പോലെ അവർ ഭാഷ മാറ്റിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം തമിഴിൽ പറയും, പിന്നെ കുറച്ച് ഹിന്ദിയിൽ പറയും, വേണമെങ്കിൽ ഇംഗ്ലീഷിലും കുറച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും പറയും. ഇങ്ങനെ ഭാഷയെയും ആളുകളെയും കയ്യിലെടുക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയുള്ളൊരു മനുഷ്യത്തെയാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നു മുതൽ നമ്മൾ ആ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ കിരീടം ധരിച്ചുകൊണ്ട് കുറച്ച് ഹരിതയുടെ കുട്ടികൾ തുടങ്ങുകയാണ്. അദൃശ്യമായൊരു കിരീടം കൊണ്ട് നിങ്ങളും വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ കാലത്ത് എന്തിന് നമ്മൾ ഐക്യപ്പെടണമെന്നും എന്തിന് രാഷ്ട്രീയപരമായി തന്നെ സംഘടിക്കണമെന്നും വീണ്ടും പറയുന്നതിൽ പ്രസക്തിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, കാലം വളരെ കഷ്ടപ്പെട്ട് അതിജീവിക്കേണ്ടുന്ന ഒരു കാലമാണ്. നോക്കൂ, നമ്മൾ ഒരു മുസ്ലിം ആയിരിക്കെ, ഒരു സ്ത്രീ ആയിരിക്കെ, കേവലം ഒരു അതിജീവനം എന്ന് പറയുന്നത് വരെ നിൽക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയാണോ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്
അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് പോലും പ്രയാസമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷറി അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഡംബരം എന്താണെന്നറിയോ? അത് നമ്മളായിട്ട് നിൽക്കാനുള്ളൊരു കൊതിയാണ്. നോക്കൂ, നിങ്ങളൊരു തട്ടം ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ തട്ടം ഊരിക്കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാലൊക്കെയും ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. SIR പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. SIRന്റെ വോട്ടർ പട്ടിക പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും പേര് കൊടുത്തോ? സർവേ നിങ്ങളുടെയൊക്കെ വീട്ടിലെത്തിയോ? ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോ? ഇപ്പം പേര് വന്നോ ഇല്ലയോ എന്ന് പരിശോധിച്ചോ? വരാത്തവർ വീണ്ടും പേര് കൊടുത്തോ? ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലായ അസമിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. SIR ആദ്യഘട്ടത്തിൽ നടപ്പിലായ അസമിൽ 62 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പം 162 ലക്ഷം മനുഷ്യന്മാരെ പിടിച്ചിട്ട് സർക്കാർ പറഞ്ഞു, ദാ ഈ മനുഷ്യർ ഈ നാട്ടുകാരല്ല, ഈ മനുഷ്യർ രേഖയിലില്ലാത്ത മനുഷ്യരാണ് എന്നാര് പറഞ്ഞു? സർക്കാർ പറഞ്ഞു. ആ രേഖയിലില്ലാത്ത മനുഷ്യരെ കുറിച്ച് നമുക്കൊരു ചെറിയ പേടി തോന്നി. ഇവര് SIRലൊന്നും ഇല്ല, പക്ഷെ ഏടയിലേക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇന്നലത്തെ പത്രത്തിലെ ആദ്യത്തെ തലക്കെട്ട് നിങ്ങൾ മലയാള പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു തലക്കെട്ട, വോട്ടിന് മീതെ ബുൾഡോസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തവരെന്ന രൂപത്തിൽ ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ, പിന്നീട് പൗരത്വ പട്ടിക എന്നവർ വിളിക്കുമെന്ന് ഉറപ്പുള്ള ഈ SIRൽ നിന്ന് പുറത്താക്കിയ മനുഷ്യന്മാരുടെ വീടിന് മുകളിൽ ബുൾഡോസർ വരുവാണ്. അവരീ നാട്ടുകാരല്ലല്ലോ, അവർ ഈ നാട്ടിൽ രേഖകളുള്ള മനുഷ്യരല്ലല്ലോ. അവരുടെ വീടുകൾ പൊളിച്ചാൽ ആർക്കാണ് പ്രശ്നം? അവരുടെ വീടുകൾ പൊളിച്ചാൽ ആർക്കാണ് പ്രശ്നം? ആരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന്. നോക്കൂ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് ആദ്യം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ജനങ്ങളാണ് അധികാരം കൈയാളുന്നത്. നമ്മളെപ്പോഴും പണ്ട് കഥയിൽ പറയുന്ന പോലെ, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, പണ്ട് നമ്മളെ നാടിനെ കുറിച്ച് എങ്ങനെയാ പറയാ? പണ്ടൊരു നാടുണ്ടായിരുന്നു, അവിടെ ഒരു രാജാവുണ്ടായിരുന്നു, രാജാവിന് മന്ത്രിമാരുണ്ടായിരുന്നു, ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ. പോകെ ഈ രാജാവിന്റെ കഥകൾ കുറഞ്ഞു. നാട്ടിൽ ജനാധിപത്യം എന്ന് പറയുന്ന മനോഹരമായ ഒരു വ്യവസ്ഥിതി നിലവിൽ വന്നു. ഈ ജനാധിപത്യം വന്നപ്പോ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആളാരാന്നറിയോ? ഈ രാജ്യത്ത് നമ്മൾ ഭരിക്കുന്നതിൽ ഏറ്റവും വലിയ ആള് ചിലപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി എന്ന് വിളിച്ചേക്കാം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന, ഉയർന്ന തട്ടിൽ നിൽക്കുന്ന, അധികാരം കൈയാളുന്നയാളെ നമുക്ക് പ്രധാനമന്ത്രി എന്ന് വിളിക്കാം, മുഖ്യമന്ത്രി എന്ന് വിളിക്കാം. പക്ഷെ അപ്പോഴും അവരാരാണ്? പ്രധാനപ്പെട്ടതോ മുഖ്യമാണ് എന്ന് പറയാവുന്നതോ ആയ മന്ത്രിമാരാണ്. കഥയിലെ ജനങ്ങളെ നമുക്കറിയാം, കഥയിലെ മന്ത്രിമാരെ നമുക്കറിയാം, കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ കാണാനില്ല. ആരാ അത്? കാണാനില്ലാത്തത് ആരെയാ? രാജാവിനെ കാണാനില്ല അല്ലേ? രാജാവ് എവിടെ പോയി? രാജാവ് ഇല്ലാണ്ടായപ്പോഴാണ് ജനാധിപത്യം എന്നൊക്കെ എളുപ്പം പറയാം. പക്ഷെ രാജാവ് ഇല്ലാണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ കഥയിൽ നിന്ന് രാജാവ് പോയിട്ടില്ല. ഇപ്പോഴും ഒരു രാജാവുണ്ട്. പക്ഷെ രാജാവ് ഒന്നല്ല, 1000 ഉണ്ട്. ജനാധിപത്യത്തിൽ രാജാവ് ജനങ്ങളാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവർ നടപ്പിൽ വരുത്തുന്ന മന്ത്രിമാരാണ്, അവർ നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥരാണ്, അവർ നടപ്പിൽ വരുത്തുന്ന സെക്രട്ടറിമാരാണ്. രാജാവുണ്ട്. ആ രാജാവ് ആരാണ്? നാമാണ്, ജനമാണ്, നമ്മളാണ്. ഈ ശക്തി മനസ്സിലാക്കാത്തിടത്തോളം കാലം ജനാധിപത്യത്തിന് അതിൻ്റെ യാതൊരു പവർ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ആ ശക്തി മനസ്സിലാക്കാത്ത മനുഷ്യരായിക്കൊണ്ട് ഒരു പക്ഷേ ജീവിതം ഉറങ്ങി തീർക്കുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ ആശങ്കകൾ ഉണ്ടാവുന്നത്. SIR വരുമ്പോൾ ആശങ്ക ഉണ്ടാവുന്നത്, ബുൾഡോസർ രാജ് വരുമ്പോൾ ആശങ്ക ഉണ്ടാവുന്നത്, ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുന്നത്, എന്തോ ഒരു പ്രശ്നം വരുന്നതാണ്. ഇല്ല, ഈ ജനാധിപത്യത്തിൽ രാജാവ് നിങ്ങളാണ് എന്ന
ഒരു തോന്നല് എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത്, അപ്പം മുതൽ ജനാധിപത്യത്തെ നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ മനുഷ്യരാവും. ഈ ജനാധിപത്യത്തിൽ സ്വാഭാവികമായും ഒരൊറ്റ രാജാവല്ല, ഒരുപാട് ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ നാട്ടിൽ ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച്, ഈ നാട്ടിൽ ആവശ്യമായ നിയമങ്ങളെക്കുറിച്ച്, ഈ നാട്ടിൽ നയപരമായി എടുക്കേണ്ടുന്ന തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരും. ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, നാളെ മുതൽ എല്ലാ ദിവസവും എണീക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പാലും മുട്ടയും കിട്ടണം. ആഗ്രഹിക്കാലോ, ഞാൻ രാജാവല്ലേ, ആഗ്രഹിച്ചൂടെ? ഇങ്ങക്കൊരാഗ്രഹമുണ്ട്, ആഹാ ഓക്ക് പാലും മുട്ടയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പാക്കറ്റ് ബിസ്ക്കറ്റും നല്ലൊരു ചായയും കിട്ടണം എന്ന് നിങ്ങൾക്കും ആഗ്രഹിക്കാം. ജനാധിപത്യമാണല്ലോ, രാജാക്കന്മാരാണല്ലോ, നിറവേറ്റി തരേണ്ടത് ഗവൺമെന്റും ഈ പറഞ്ഞ മന്ത്രിമാരും ആണല്ലോ. പക്ഷെ ഇങ്ങനെ വൈരുദ്ധ്യമായ വേറെ വേറെ കുറെ ആഗ്രഹം കൊണ്ട് നമ്മൾ അടിയിടിരുന്നിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഒരു ഏകീകരണം ഉണ്ടാവണം. ഈ നാട്ടിൽ സ്കൂളിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഏത് പ്രായത്തിൽ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങണം, കുട്ടി എന്ത് പഠിക്കണം, ആ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതൊക്കെ തരം വിദ്യാഭ്യാസ സ്കീമുകൾക്ക്, വേറെ ഏതെല്ലാം കോഴ്സുകൾക്ക് പോകണം എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഈ നാട്ടിലെ നിയമങ്ങൾ എന്താണ് എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. രാത്രി 10 മണി കഴിഞ്ഞാൽ ഇവിടെ ഒച്ചപ്പാട് ഉണ്ടാവണമോ വേണ്ടയോ എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് എവിടെയൊക്കെ റോഡുകൾ ഉണ്ടാവാമെന്നത്, ഈ നാട്ടിൽ ഏതൊക്കെ രൂപത്തിലുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രവർത്തനം നടത്താന്നുള്ളത്, സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, മതം, ഏതൊക്കെ മതം നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏതൊക്കെ മതം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാ? ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ സാധനമല്ല. നിങ്ങൾ ആരെങ്കിലും ഗവൺമെന്റിനെ കണ്ടിട്ടുണ്ടോ? ഗവൺമെന്റിനെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പിടിക്കോ, കൈ പൊന്തിക്കോ? ഉണ്ടോ? കാണില്ല. കാരണം ഗവൺമെന്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു സാധനമൊന്നുമല്ല. ഇതാണ് ഗവൺമെന്റ്, ഈ ഇരിക്കുന്ന കുട്ടിയാണ് ഗവൺമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം നമ്മളൊക്കെ കൂടിയതാണ്. ഈ ജനാധിപത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങളുടെ ഏകീകരണമാണ്. നമ്മുടെ അഭിപ്രായങ്ങളുടെ ഏകീകരണം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സ്പ്ലിറ്റായി കിടക്കുന്ന പല വീടുകൾക്കുള്ളിൽ, പല അടുക്കളകൾക്കുള്ളിൽ, പല സ്വീകരണ മുറിക്കുള്ളിൽ, പല തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരണം. എന്നിട്ട് നമുക്കും ഈ നാടിനും ഭാവി തലമുറക്കും ആവശ്യമായ തീരുമാനങ്ങളെ കുറിച്ചൊരു ഏകീകരണം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ പറഞ്ഞ കണക്കെ ഒരാൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞാൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കാം? ആ ചീത്ത പറയുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണോ, കുഴപ്പമുള്ള കാര്യമാണോ? എനിക്ക് മറ്റൊരാളെ ഇഷ്ടമല്ല, ഞാൻ അയാളെ പോയി അങ്ങ് കൊല്ലാം എന്ന് തീരുമാനിച്ചു. കൊല്ലുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ആരാണ്? അത് തീരുമാനിക്കാൻ ഗവൺമെന്റ് വേണം. ഗവൺമെന്റ് വേണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു സംഘം ഉണ്ടാവണം, ആൾക്കൂട്ടം ഉണ്ടാവണം. കേവലമായ ആൾക്കൂട്ടത്തിനൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ ആൾക്കൂട്ടത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നയപരമായി തീരുമാനിക്കാവുന്ന സംഘടനകളായി നമ്മൾ മാറണം. അങ്ങനെ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്ന, ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്, അതിലൊന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ കണ്ട ഏത് രാഷ്ട്രീയ പാർട്ടികളിലും നിങ്ങൾക്കൊരംഗമാവാം, ഈ കണ്ട ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും അനുഭാവികളായി തുടരാം. പക്ഷേ ഞാൻ അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഈ നാടിന്റെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്കിന് ഊർജം നൽകുന്ന ആശയം മുസ്ലിം ലീഗാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നു. എങ്ങനെയെന്നോ വിശദീകരിക്കാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്ന കാലം മുതൽ തന്നെ അതിന്റെ ഒന്നാമത്തെ അജണ്ട എന്താണെന്നറിയോ? ഇതുപോലൊരു വലിയ കൂട്ടത്തെ കാണാണ്. ലീഗ് ആരെയാ കാണാന്നറിയോ? ഇതുപോലൊരു വലിയ കൂട്ടത്തെ കണ്ട ലീഗ് ആരെയാ കാണാന്നറിയോ? ദാ ഇവിടെ ഓടിക്കളിക്കുന്ന ഈ കുട്ടികളില്ലേ, മൂക്കത്ത് വേരൽ വെക്കുന്നോള്, ഇതേപോലത്തെ കുട്ടികളെ ലീഗ് തുടങ്ങുന്ന കാലത്ത് ലീഗ് കണ്ടത് കുട്ടികളെയാണ്. എല്ലാം നന്നായിട്ട് അറിയാവുന്ന, വർത്തമാനം പറയാൻ അറിയാവുന്ന തണ്ടു തട്ടിലുള്ള ആൾക്കാരുണ്ടായാൽ അവരെ അല്ല കാണുക. അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നൊരു കൂട്ടരുണ്ടാവില്ല, അവരെയാ കാണുക. ഈ നാട്ടിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. അധികാരമുള്ളവരുണ്ടാവാം, പണമുള്ളവരുണ്ടാവാം, ഒരുപക്ഷെ സ്വാധീനമുള്ളവരുണ്ടാവാം,
അവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ അവർ തന്നെ ധാരാളമായിരിക്കാം, അവരുടെ പണം ധാരാളമായിരിക്കാം, അവരുടെ ആളുകളും ഒരുപാടുണ്ടാവാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു ന്യൂനപക്ഷം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്വന്തം വീട് ബുൾഡോസറിനാൽ ഇരിച്ചു നിരത്തപ്പെടുന്നത് കാണേണ്ടി വരുന്ന ഒരു സമുദായം. നീ കഴിച്ചത് ബീഫാണ് എന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി അലറി അടുക്കുന്ന ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ഒരു സമുദായം. നിന്റെ വേഷം ശരിയല്ല എന്ന് പറഞ്ഞ് ആൾക്കൂട്ടം പുറകെ നടക്കുന്ന ഒരു സമുദായം. ഈ രാജ്യത്തിൽ പിടിച്ചുപറിക്കാരായിക്കൊണ്ട്, നിങ്ങളുടെ താലിമാല പൊട്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാരായിക്കൊണ്ട് ഒരു സമുദായമുണ്ട് എന്ന് ഈ നാട്ടിലെ പ്രധാനമന്ത്രി വരെ പറയുന്ന ഒരു സമുദായം. ആ സമുദായം ഇന്ത്യയിലെ ഒന്നാം ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തെ ഒന്നാമതായി ലീഗ് പ്രതിനിധീകരിക്കുന്നു. മുസ്ലിം സമുദായത്തെ ലീഗ് രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകളെ ഒരു എണ്ണം കൊണ്ട് നമ്മൾ വളരെ കൂടുതലാണ്. ഇന്ന് ഈ പരിപാടി നടത്തിയില്ലായിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ഒരു പരിപാടിയാണ് നടത്തിയിരുന്നതെങ്കിൽ, വനിതകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നൊരു തോന്നൽ ഇങ്ങൾക്കോ ഇല്ലെങ്കിൽ ഈ കണ്ട ആൾക്കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഉണ്ടാവുന്നത് വനിതകൾക്ക് വേണ്ടി പ്രത്യേക ഒരു പരിപാടി നടത്തിയോണ്ടാണ്. ആളെണ്ണത്ത് കൂടുതലാണെങ്കിലും ശക്തിയിൽ, പൊതു ഇടത്തിൽ, തീരുമാനങ്ങൾ ഇടിക്കുന്ന ഇടത്തിൽ കുറവാണ് സ്ത്രീകൾ ഒന്നാം നമ്പർ ന്യൂനപക്ഷം തന്നെയാണ്. അവർക്ക് വേണ്ടിയാണ് ലീഗ്. ഈ പറഞ്ഞ കണക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ അടുത്ത തലമുറയായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ലീഗിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഇതൊരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റാരെക്കാളും കൂടുതൽ നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയാം. മറ്റാരെക്കാളും കൂടുതൽ നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയാം. ലീഗ് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലീഗ് തുടങ്ങിയ കാലത്ത് ലീഗ് ആദ്യം കണ്ടത് കുട്ടികളെയാണെന്ന്. ഒരുപക്ഷെ ഒരുപാട് വലിയ രാഷ്ട്രീയ പാരമ്പര്യത്തോടു കൂടി തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പക്ഷെ ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്ന കുട്ടികളെ. എന്തുകൊണ്ടാണ് കുട്ടികളെ കാണുന്നേ? ഇങ്ങള് പഠിച്ചു വലുതായാലേ ഈ നാടിന് വല്ല കാര്യം ഉണ്ടാവൂ എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. ആര്? നിങ്ങള് പഠിച്ചു വലുതായാൽ മാത്രമേ ഈ നാടിന് വല്ല കാര്യം ഉണ്ടാവുള്ളൂ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും വെറുതെ ആണ് എന്നുള്ളതുകൊണ്ടല്ല, നമ്മളൊക്കെ ഒരു നിലയിൽ എത്തിപ്പെട്ടു. നമുക്ക് ആവാൻ ആഗ്രഹമുണ്ടായിരുന്നതും പക്ഷെ ആവാൻ സാധിക്കാതെ പോയതുമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ നാട്ടിൽ നല്ലൊരു കളക്ടറെ കാണുമ്പോൾ പണ്ട് ആഗ്രഹിക്കുന്നു, എൻ്റെ അറിയാവുന്ന ആരെങ്കിലും ഒരു കളക്ടറായിട്ടുണ്ടായിരുന്നെങ്കിൽ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് നമ്മളെ പുറംകാലി കൊണ്ട് പുറത്തേക്ക് അടിക്കുമ്പോൾ തോന്നും, നമുക്കറിയാവുന്ന, എനിക്ക് ഫോൺ വിളിച്ച് പറയാവുന്ന, എനിക്ക് എന്താണെന്ന് ചോദിക്കാവുന്ന നല്ലൊരു പോലീസുകാരനുണ്ടായിരുന്നുവെങ്കിൽ, നിയമസഹായം തേടാൻ നല്ലൊരു വക്കീലുണ്ടായിരുന്നുവെങ്കിൽ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ പ്രതിനിധികളിൽ ഒരാൾ, ഈ MLA-മാരിൽ ഒരാൾ, MP-മാരിൽ ഒരാൾ, എനിക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരിൽ ഒരാൾ, എന്നെപ്പോലൊരാളുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. പല മേഖലകളിലും നമ്മുടെ പ്രാതിനിധ്യം കുറവാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, ഉറങ്ങുക, പിറ്റേ ദിവസം വീണ്ടും എഴുന്നേൽക്കുക, അതാത് പണികളിൽ ഏർപ്പെടുക എന്നതാണ് ജീവിതം എന്ന് ധരിച്ച് ജീവിക്കുക. പക്ഷെ അല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു സമൂഹ ജീവിയാണ്. നമുക്കെല്ലാവർക്കും ഈ കണ്ട എല്ലാ ആവശ്യങ്ങളും ഉണ്ടാവും. ഈ ആവശ്യങ്ങളിലേക്കൊന്നും നമ്മുടെ ആളുകൾ എത്തിച്ചേർന്നിട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലീഗ് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് എത്തിക്കുക. നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്താ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് എത്തിക്കുക. ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും, പിന്നെ എൻ്റെ കുട്ടിയോ, ഞാനേ 4ാം ക്ലാസ് തോറ്റതാ, എൻ്റെ തലയല്ലേ അതിനുള്ളൂ, അല്ലെങ്കിൽ ഈ 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി എനിക്കില്ലല്ലോ. ഇതിനൊക്കെ പോയിട്ടും എന്താ കിട്ടുക? ഈ ചോദ്യങ്ങൾക്ക് ലീഗ് ആദ്യം ഉത്തരം നൽകി. നിങ്ങൾ സീതി സാഹിബിനെ കുറിച്ച് കേട്ടേക്കാം, നിങ്ങൾ ബാഫയ്ക്ക് തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, നിങ്ങൾ പൂക്കോയ തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഉപ്പി സാഹിബിനെ കുറിച്ച്, ബി പോക്കർ സാഹിബിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇനി കേട്ടില്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള തുടക്കമാണ്. നിങ്ങൾ കേൾക്കണം, പഠിക്കണം. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവരവരുടെ ആവശ്യങ്ങളെക്കാൾ അവർ മുൻതൂക്കം നൽകിയത് ഈ സമൂഹത്തിനാണ്. കുട്ടികൾ പഠിച്ചു വളരുന്ന ഒരു കാലത്തിന് വേണ്ടിയാണ്. അവർ പറഞ്ഞ അതാണ്, എന്തിനാ പഠിക്കണേ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരോട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ.
കാരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നു, അത് പൂട്ടി വെക്കുന്നു. ഈ പരിപാടിയല്ല പഠിത്തം. പഠിത്തം എന്ന് പറയുന്നത് നമ്മളൊരു നിലയിലേക്ക് എത്തിച്ചേരാനുള്ള സാധനം. ഈ പറയുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മളെ കുട്ടികൾ എത്തിയാൽ എന്താ പുളിക്കോ എന്ന് ചോദിക്കാനുള്ള കാര്യമാണ്. എത്തിച്ചേരാനുള്ള കഴിവും പ്രാപ്തിയും ആ കുട്ടികൾക്കുണ്ട്. ഇല്ലാതെ പോകുന്ന 2 കാര്യമാണ്. ഒന്ന് ആത്മവിശ്വാസം. നമുക്കൊരു ആത്മവിശ്വാസ കുറവുണ്ട്. ഇതിനെ കൊണ്ട് ഞമ്മക്ക് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ എത്തിച്ചേരാൻ പറ്റുമോ? ഇതൊക്കെ വേറെ ആർക്കോ ഉള്ളതല്ലേ, പൈസക്കാർക്കുള്ളതല്ലേ, സാഹചര്യമുള്ളവർക്കല്ലേ എന്നുള്ള തോന്നൽ. ആ ആത്മവിശ്വാസ കുറവിനെ ലീഗ് ആദ്യം എടുത്തു മാറ്റും. അല്ല, ഇത് നമുക്ക് കൂടി ഉള്ളതാണ്. 2, സാഹചര്യങ്ങൾ ഒരുങ്ങുക എന്നതാണ്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞങ്ങൾക്കൊരു പക്ഷേ ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയൂല. ഈ തലമുറയിൽ ജനിച്ചു വളർന്ന എന്നെ പോലൊരു കുട്ടിക്ക് ഇവിടെ സാഹചര്യങ്ങൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവില്ല. സാഹചര്യങ്ങൾ ഇല്ലാത്തവനെ അത് മനസ്സിലാവും. കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ശ്വസിക്കുന്നുണ്ടോ? ശ്വസിക്കുന്ന നമ്മൾ അറിയണില്ലല്ലോ. ഈ സാധനം നടക്കുന്നില്ല നിങ്ങളെല്ലാവരും ഉള്ളില്. പക്ഷെ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടല്ലേ എന്ന്. ഈ വായു വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയോ പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു വില എന്ന് ആലോചിച്ചേക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ തന്നെ നാട്ടിൽ നോക്കൂ, ഡൽഹിയിലൊക്കെ കുട്ടികളെല്ലാവരും വലിയ സമരത്തിൽ ഇറങ്ങിയിരിക്കുക. ഡൽഹിയിലെ കുട്ടികൾ സമരം ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നല്ല വായുവിന് വേണ്ടിയാ. നല്ല വായുവിന് വേണ്ടി. നമ്മൾ ഈ ശ്വസിക്കുന്ന വായു ഇല്ലേ, ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരെ ഒരുപാട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സമരം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വായു വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ വിചാരിക്കും നല്ല വായു ഇതെങ്ങനെ ഇപ്പോൾ നമുക്ക് പെട്ടിയിലാക്കി കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. എന്തിനാ ഇവര് നല്ല വായുവിന് തന്നെ സമരം നടത്തുന്നത്? അതില്ലാതാവുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. നല്ല വായു ഇല്ലാണ്ടാവുമ്പോൾ, വിഷവാതകം ശ്വസിക്കേണ്ടി വരുമ്പോൾ, ശ്വസിക്കുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന വായു ആകുമ്പോഴേ വായു എന്തോ സംഭവം നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കണക്കാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ. ഇവിടെ അത് തന്നെയാണോ സാഹചര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് നല്ല സ്കൂളുകളുണ്ട്, ഞങ്ങൾക്ക് നല്ല കോളേജുകളുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട്. എല്ലാ സാഹചര്യവും ഒരുങ്ങിയ കാലത്തേക്കാണ് ഞങ്ങൾ പിറന്നു വീണത്. അതി പറഞ്ഞ പോലെ ഒരു മാജിക് കൊണ്ട് ഉണ്ടായതല്ല, കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. ചായപാത്രമല്ലേ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് പൊട്ടുന്ന ഗ്ലാസ്സും അല്ല, ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, വെള്ളം പോയാലേ ഉള്ളൂ. ബേജാറാവണ്ട. പക്ഷെ ബേജാറാവേണ്ട ചില സാധനം ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യങ്ങൾ വെറുതെ ഉണ്ടായതല്ല. സമരം ചെയ്തും അധികാരം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും മുസ്ലിം ലീഗ് നേടിയെടുത്തതാ. അതെന്റെ മലപ്പുറത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലൊട്ടാകെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ഞങ്ങൾ എല്ലായ്പ്പോഴും വാചാലരാവാറുണ്ട്. കേരളത്തിന്റെ ടെക്നിക്കൽ ഇന്നോവേഷനെ കുറിച്ച്, സാങ്കേതികപരമായ വിഷയങ്ങളിൽ ഞങ്ങളുടെ ഉന്നതിയെക്കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്നോ? ഇത് മുസ്ലിം ലീഗിനെ കൊണ്ടുണ്ടായതാ. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലത്താണ് ഓരോ നാട്ടിലും ഇതുപോലെ സ്കൂളുകൾ പൊന്താൻ തുടങ്ങിയത്. ആവശ്യമുള്ളവർക്കൊക്കെയും സ്കൂളുകൾ അനുവദിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. സ്കൂൾ കഴിഞ്ഞ് ഹൈസ്കൂൾ, +2 ഒക്കെ എത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ സ്കൂളുകളിൽ അനുവദിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. അതും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് എന്ത് വേണം എന്ന ചോദ്യത്തിന് നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവണം എന്ന ഉത്തരവുണ്ടായി. കേരളത്തിലെമ്പാടും ഉണ്ടായ യൂണിവേഴ്സിറ്റികളൊക്കെയും ഏകദേശം 1ഓ 2ഓ ഒഴിച്ച് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും മുസ്ലിം ലീഗിന്റെ കാലത്തുണ്ടായതാണ്. ഒരു കുട്ടിക്ക് ഉയരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ഉണ്ടാക്കി കൊടുത്തു. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഫോണിലിരുന്ന് വാർത്ത കാണുകയായിരുന്നു. ഇപ്പൊ ലൈവായിട്ട് വാർത്ത നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പത്രസമ്മേളനം നടക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഒരു പക്ഷെ ന്യൂസിൽ നിങ്ങളും കാണുന്നുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരമാവും വരെ ഇന്നിനി എന്ത് പ്രശ്നം ഉണ്ടാക്കാം എന്ന് തലയും ചൊറന്ന് ചിന്തിക്കുന്ന, ചിത്തഭ്രമം ബാധിച്ച പോലെ ഒരു മനുഷ്യനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഇയാൾ ഇരുന്ന് വീണ്ടും പറയുകയാണ്, കേരളത്തിൽ മുസ്ലിം ലീഗാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണ് കേരളം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്, ഇവിടെ തീവ്രവാദം വളരാൻ കാരണം ഇവരാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇങ്ങനെ എല്ലാ മനുഷ്യരും ദുഷിപ്പിക്കുന്ന പ്രസ്താവനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ
ഇതൊരു വെള്ളാപ്പള്ളിയൊന്നുമല്ല കേട്ടോ, ഞാൻ ഇയാളെ മാത്രം പ്രശ്നമൊന്നുമല്ല പറയണേ. ഇങ്ങനെ സംസാരിക്കുന്ന നിരവധിയായ മനുഷ്യന്മാര് നമ്മളിടയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവരെ കാണുമ്പോ പക്ഷെ ജനം കാർക്കിച്ചു തുപ്പും. ഈ വിഭജന രാഷ്ട്രീയം പറയുന്നവന് ഈ നാട്ടിൽ ഒരു രക്ഷയില്ല എന്ന് പറയും. ഇയാളെ കുറിച്ച് മാത്രമല്ല, വർഗീയത പറയാൻ വാതുറക്കുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് ജനം കാർക്കിച്ചു തുപ്പുകയും പുറങ്കാൽ കൊണ്ട് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാക്ഷരത നമ്മൾ നേടിയതിന് പുറകിൽ ദാ ഈ മുസ്ലിം ലീഗ് ഉണ്ട്. വിദ്യാഭ്യാസം മാത്രമാണെന്ന് പറയുന്നില്ല, മതനിരപേക്ഷമായ ഒരു സാമൂഹികാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാനൊരു മുസ്ലിം ആവുന്നു, എൻ്റെ സുഹൃത്തൊരു ഹിന്ദു ആവുന്നു, മറ്റേയാളൊരു മതമില്ലാത്തവനാവുന്നു. മതമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നല്ല സൗഹൃദത്തോടു കൂടി അവനവന്റെ വിശ്വാസത്തെ പിൻപറ്റി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നാട്ടിൽ ഉണ്ടാവുക, അതുണ്ടാവുന്നതിൽ മുസ്ലിം ലീഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർ എത്രയാണെന്നറിയോ ഇന്ത്യയിൽ? നോക്കൂ, പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല. തട്ടയിട്ട് വന്നാൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ പുറത്തു നിൽക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ ഇന്ത്യയിൽ? മുസ്ലിമാണെന്ന് പറഞ്ഞ് തിന്നുന്നതിന്റെ, ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞ്, നിസ്കാരത്തിന്റെ കണക്ക് പറഞ്ഞ് എത്രയധികം ആളുകളെയാണോ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് എന്നറിയോ? ആ നാട്ടിൽ നിങ്ങൾ മുസ്ലിം ആയിരിക്കുകയും ഏറ്റവും നന്നായി മതനിരപേക്ഷ രാഷ്ട്രീയം പറയുന്നവരായിരിക്കുകയും ചെയ്യുക എന്ന് നമ്മളോട് ഓതിത്തന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾക്ക് അല്ലാഹു അക്ബർ എന്നും അറിയാം, നിങ്ങൾക്ക് ജയ് ശ്രീറാം എന്നും അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസപ്രകാരമായ ഏത് കാര്യങ്ങളും പറയാം. മറ്റൊരാളെ ദ്രോഹിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ വിശ്വാസി എന്നതിൽ കവിഞ്ഞ് ഒരു വർഗീയവാദിയാവുന്നു. വർഗീയവാദി എന്ന് പറഞ്ഞാൽ മതി, മതവർഗീയ എന്നൊന്നും പറയണ്ട. മതം ഒരിക്കലും വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. നിങ്ങൾ വിശ്വാസവും വർഗീയതയും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ മനുഷ്യരുടെയും വിശ്വാസത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അവരുടെ ആചാരങ്ങളുടെ, അവരുടെ വിശ്വാസങ്ങളുടെ, അവരുടെ ജീവിതക്രമത്തെ ഞാൻ ബഹുമാനിക്കും. മതമില്ലാത്തവനാണ് അവരെങ്കിലും അവരെ ഞാൻ ബഹുമാനിക്കുന്നു. അവർക്ക് ആവശ്യമായ രൂപത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാൻ ഞാനും കഷ്ടപ്പെടുന്നു. ഇതാണ് നമ്മൾ പറയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം. അല്ലാണ്ട് നിങ്ങളും നിങ്ങളുടെ മതം ഉപേക്ഷിക്കുക, ഞാനും എൻ്റെ മതം ഉപേക്ഷിക്കുക, മതമേ ഇല്ലാത്തൊരു സങ്കല്പ ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ഐഡിയ ഒന്നും അല്ല നമ്മുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. നമ്മളെ മതനിരപേക്ഷത ബഹുമാനത്തിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമാണ്, സമാധാനത്തിൽ അധിഷ്ഠിതമാണ്. ഇത് നമ്മെ പഠിപ്പിച്ചത് ഈ മതമൂല്യം തന്നെയാണ്. മുസ്ലിം ലീഗ് ഏറ്റവും നന്നായി നിലകൊണ്ടത് വിദ്യാഭ്യാസത്തിന് എന്ന പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ്. 3, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ അഭിമാനത്തോടു കൂടി ഒരു മനുഷ്യന് ജീവിക്കാവുന്ന എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും ഉണ്ടാവുക എന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിലകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി. ഫാത്തിമത്ത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടാവും, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന, അഭിമാനകരമായ അസ്തിത്വം എന്ന്. അഭിമാനകരമായ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അഭിമാനത്തോടു കൂടി ജീവിക്കുക. നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തെ പണയം വെച്ച് ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ എന്താണോ അതായി സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക. ഏറ്റവും മാന്യമായ രൂപത്തിൽ, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വവുമായി മുന്നോട്ട് പോവാം. നിങ്ങളൊരു മുസ്ലിം ആയിരിക്കുക, നിങ്ങളൊരു സ്ത്രീ ആയിരിക്കുക, നിങ്ങളൊരു ഹിന്ദു ആയിരിക്കുക, നിങ്ങളൊരു പുരുഷനായിരിക്കുക എന്നൊന്നും പറയുന്നൊരു ക്രൈമല്ല, ഒരു തെറ്റല്ല. നിങ്ങൾ അതായിരിക്കുക. മറ്റൊരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ആ അഭിമാന ബോധവുമായിട്ട് മുന്നോട്ട് പോവുക. ഈ നാട്ടിൽ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്ന ഈ കാലത്ത് പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. ആ പ്രയാസമുള്ള കാലത്ത് അതെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാനുള്ള അഭിമാനകരമായ സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമില്ലാത്ത, പണമില്ലാത്ത, സാഹചര്യങ്ങളില്ലാത്ത ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അടിച്ചമർത്താൻ അവർക്ക് എളുപ്പമായിരിക്കാം. ഒരു പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അടിച്ചമർത്താൻ അവർക്ക് എളുപ്പമായിരിക്കാം. കാരണം ഭരണകൂടത്തിന് എപ്പോഴും പവർ എന്ന് പറയുന്ന ഒരു ടൂൾ കയ്യിലുണ്ട്, അധികാരം എന്ന് പറയുന്ന ഒരു ടൂൾ കയ്യിലുണ്ട്. അവർക്ക് നിങ്ങളെ അടിച്ചമർത്താൻ എളുപ്പമായിരിക്കാം. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ത്യൻ ന്യൂനപക്ഷമേ നിങ്ങൾ സംഘടിക്കുക. ഇന്ത്യയിലെ ന്യൂനപക്ഷമേ നിങ്ങൾ സംഘടിക്കുക. ഏത് അധികാരത്തിനും ഏത് അഹങ്കാരത്തിനും പിടിച്ചു നിർത്താൻ കഴിയാത്ത ദാർശനിക ശക്തിയായിക്കൊണ്ട് നിങ്ങൾ സംഘടിക്കുക. സംഘടിച്ചാൽ നിങ്ങൾക്ക് നല്ല അസ്തിത്വബോധവും നല്ല ദാർശനികമായ നേതൃത്വവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകാം. നീലഗിരിയിൽ വെച്ച് നടക്കുന്ന വനിതാ ലീഗിന്റെ കോൺഫറൻസിൽ വെച്ച്, ഈ മീറ്റിംഗിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ആ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്മാരാവുന്നുള്ളത്.
നമ്മൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാവുന്നുള്ളത്. ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള സങ്കുചിത ചിന്തയിൽ നിന്ന് മാറി അല്ല, നിങ്ങൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിന് കൂടി വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്തുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടിയാണ്. ഈ നാട്ടിലുള്ള സകല പ്രശ്നങ്ങളും നടക്കുമ്പോൾ, ഇവിടെ ലഹരിയുടെ പ്രശ്നം നടക്കുന്നു, ഏറ്റവും ചെറുത് ഞാൻ പറയാം, ഇവിടെ ലഹരി വ്യാപനമാവുന്നു എന്നുള്ളൊരു പ്രശ്നം നടക്കുന്നു. ഇവിടെ കള്ളും കഞ്ചാവും ഒക്കെ കുറെ വിൽക്കപ്പെടുന്നു. പിന്നെ അതാടല്ലേ, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല, എനിക്ക് ഇതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഇത് അതിൻ്റെ വഴിക്ക് വ്യാപിക്കുകയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും മനോഹരമായ എന്തോ ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാവുകയും ചെയ്താൽ അവർ ലഹരി ഉപയോഗിക്കുന്നതിന് നിങ്ങൾ കൂടി കാരണക്കാരനാണ്. നിങ്ങളുടെ വിശ്വാസപ്രകാരം, നിങ്ങളുടെ ജീവിത പ്രകാരം, നിയമപ്രകാരം ഒക്കെ നിങ്ങൾ അതിൽ കുറ്റക്കാരാണ്. നിങ്ങളുടെ മൗനം കുറ്റകരമാണ്. ഈ ലോകത്ത് ഒരു അനീതി നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റ് എന്താണെന്നറിയോ? മിണ്ടാതിരിക്കല. നമുക്ക് പറയാം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവിടെ യുദ്ധം നടക്കുന്നു അതിനെന്താ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവിടെ ലഹരി വ്യാപിക്കുന്നു അതിനെന്താ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവിടെ രണ്ട് മനുഷ്യന്മാർ മതത്തിന്റെ പേരിൽ തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഉപദ്രവിക്കുകയും തമ്മിലടിച്ച് മരിക്കുകയും ചെയ്യുന്നു, അതിനെന്താ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ ഞാനൊന്നും ചെയ്യായികയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ ഒരു അനീതി നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്തേ പറ്റൂ. ഈ നാടിനെ മുന്നോട്ട് നടത്തേണ്ടത് നമ്മളെല്ലാവരും ചേർന്നാണ്. ഇതിലൊരാൾക്കൊരു എക്സ്ക്യൂസ് ഇല്ല. നമ്മളെല്ലാവരും ചേർന്ന് നടത്തേണ്ടുന്ന, ചെയ്യേണ്ടുന്ന നിർബന്ധിത ഉത്തരവാദിത്തമാണ്. വനിതാ ലീഗ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള അതിനാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ, SIRൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞു കൊടുക്കാൻ, ഇനി വരുന്ന ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും വില കൂടുമ്പോൾ അത് കൂട്ടരുതേ എന്ന് ഗവൺമെന്റിനോട് സമരത്തിന്റെ മാർഗത്തിലും അനുനയത്തിന്റെ മാർഗത്തിലും സംസാരിക്കാൻ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ, ഈ നാട്ടിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താണ്, അധികാര പങ്കാളിത്തത്തിന്റെ പ്രശ്നങ്ങൾ, അവരുടെ അതിജീവനത്തിന്റെ പ്രശ്നങ്ങൾ, ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് ജീവിക്കാനുള്ള സമാധാനം, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിതാ നമ്മൾ ഇന്നിവിടെ ഒരു വനിതാ ലീഗ് രൂപീകരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഇന്ന് നിങ്ങൾ വന്നതുകൊണ്ട് മാത്രം, നിങ്ങളുടെ മിയർ പ്രസൻസ്, നിങ്ങളുടെ വെറും ഒരു നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ പോവാണ്. നിങ്ങളിവിടെ വന്നത് ഏതെങ്കിലും ഒരു ഐശയായിട്ടോ ഏതെങ്കിലും ഒരു നദയായിട്ടോ ഏതെങ്കിലും ഒരു ഫാത്തിമയായിട്ടോ ആണ്. പക്ഷെ ഈ ഹോള് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും ഒരു ഐശയായിട്ടല്ല. പകരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, നെഞ്ചിനുള്ളിൽ സൈൻ ചെയ്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു കേഡറായിക്കൊണ്ടാണ് ഇനി മുതൽ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നമാണ്. ഒരു സ്വൈര്യമില്ലല്ലോ, വന്നോടുകൂടി കുടുങ്ങി എന്ന് വിചാരിക്കണ്ട. ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം. ആർക്ക് വേണ്ടിയാണ്? ഇത് എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല. ഇത് ഈ കളിച്ച് ഉല്ലസിച്ച് ഫോണും കണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവിടെ നടക്കുന്ന പൂമ്പാറ്റകളെ പോലെയുള്ള കുഞ്ഞു മക്കളില്ലേ, ഞങ്ങളെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്ന വെള്ള ഉടുപ്പിട്ട പച്ച ഉടുപ്പിട്ട പതാക എന്നിയ കുഞ്ഞു മക്കളില്ലേ, ഇവർക്ക് വേണ്ടിയാണ്. നമ്മുടെ മൗനം ക്രൂരതയാവുന്നു. നമ്മുടെ ശബ്ദം ഇനി മുതൽ നീതിക്ക് വേണ്ടി വാചാലമാവുന്നു. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യരാവുന്നു. ഈ നാടിന് വേണ്ടി, നീലഗിരിക്ക് വേണ്ടി, അതിലപ്പുറത്തേക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു തരികയും സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഉത്തരവാദിത്വം അല്ലേ ഇന്ന് കേരളത്തിലുടനീളം, ഒരുപക്ഷെ തമിഴ്നാട്ടിലുടനീളം ഖാദർ മൊയ്തീൻ സാഹിബിന്റെയും ഫാത്തിമ മുസഫർ സാഹിബയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇല്ലേ, അത് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ലോകമാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഭാവി കാലം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിരന്തരമായി സംവദിക്കേണ്ടതുണ്ട്. ആ സംസാരത്തിന്, ആ തുടക്കത്തിന് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. ഇനി നിങ്ങൾ കേവലം മനുഷ്യരല്ല, കേവലം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാളല്ല, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീയാണ്, യുവതയാണ്, ഹരിതയാണ്, കുട്ടിയാണ്. നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ നാടിൻ്റെ കാവലാളാവാൻ നിങ്ങളെ തന്നെ നിയോഗിക്കുകയാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കാണാനിരിക്കുകയും കാത്തിരിക്കുകയുമാണ്. ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നു മുതൽ
പറഞ്ഞതുപോലെ കുറച്ചുകൂടി ആഴമുള്ള മനുഷ്യനാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ചിന്തകളുണ്ട്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു പരപ്പിൽ പോവല്ലേ, മുതൽ ആഴമുള്ളൊരു സാധനമാണ്, ഡെപ്ത് ഉണ്ടായിരുന്നു. ആ ഡെപ്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രശ്നവും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു ഗസയിലെ പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവിടെ ആക്സിഡന്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേദന ഉണ്ടാവും. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ നടക്കുന്ന വേട്ടയാടലുകളിൽ നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവും. വഖഫിന്റെ പേരിൽ പ്രശ്നം നടക്കുമ്പോൾ, നിങ്ങൾക്ക് SIRന്റെ പേരിൽ പ്രശ്നം നടക്കുമ്പോൾ, ഏതോ ഒരു മനുഷ്യന്റെ വീട് ബുൾഡോസറാൽ മാന്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ആ വേദന നിങ്ങളുടെ ഉയർന്ന മാനവികതയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സ്വൈര്യക്കേടിനാണല്ലോ ഞാൻ രാഷ്ട്രീയം എടുത്തത് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ ഉയർന്ന മാനവികതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നലത്തേതിൽ നിന്നും മെച്ചപ്പെട്ടൊരു മനുഷ്യനായിക്കൊണ്ട് നിങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ രാഷ്ട്രീയ ബോധമാണ്. ആ രാഷ്ട്രീയ ബോധം മുന്നോട്ട് വെച്ച് വനിതാ ലീഗിന്റെ പ്രവർത്തനങ്ങളുമായി ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും പറഞ്ഞു തരാൻ ഇതിൽ ഏറ്റവും മികച്ച, ഈ രാജ്യത്ത് നമ്മുടെ പാർട്ടിയിൽ വനിതാ ലീഗിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഫാത്തിമ മുസഫർ സാഹിബിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ സംസാരിക്കും, അവർക്ക് വഴിമാറുന്നു. അപ്പം ഏറ്റവും ഗംഭീരമായൊരു ഭാവി കാലത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കുക, സജ്ജമാവുക എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവർക്കും നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. I would like to invite Jemshina